നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി. മനക്കുളങ്ങര പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരം. കൗൺസിലറായ വത്സൻ ചമ്പക്കരയാണ് മുനിസിപ്പൽ എഞ്ചിനീയറുടെ മുറിക്കു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പിൽ ആർഷ് വീട്ടിൽ 34 വയസ്സുള്ള സഹദ് നഫീറാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി. മനക്കുളങ്ങര പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 2-നാണ് കീടനാശിനി കലക്കിയത്. രാവിലെ പൈപ്പിൽ നിന്നും കുടിവെള്ളം എടുത്തപ്പോൾ ദുർഗന്ധം വന്നതിനെ തുടർന്ന് ഷാജി കിണറിന് സമീപം നോക്കിയപ്പോഴാണ് കീടനാശിനി കലക്കിയിരിക്കുന്ന വിവരം അറിയുന്നത്. കിണറിനു സമീപം ദുർഗന്ധം അനുഭവപ്പെടുകയും കീടനാശിനി കലക്കിയതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ഷാജി ഉടൻ തന്നെ വാർഡ് മെമ്പറെയും മാള പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിഭാഗം അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഷാജി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കിണറ്റിലെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൊമ്പൊടിഞ്ഞാമാക്കൽ നവോദയ ജംഗ്ഷനിലെ മനോരമ ഏജന്റാണ് ഷാജി. തനിക്ക് ശത്രുക്കളില്ലെന്നും സഹായം മാത്രമേ ചെയ്യാറുള്ളൂ എന്നും ഷാജി മീഡിയ ടൈമിനോട് പറഞ്ഞു. വെളുപ്പിന് പുലർച്ചയ്ക്ക് മോൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് നേരിട്ട് വെള്ളമാണ് എടുത്തിരുന്നത്. അപ്പോൾ പൈപ്പിൽ നിന്ന് കുടിക്കാൻ വേണ്ടി മറ്റേ ടിന്നിലേക്ക് എടുത്തപ്പോൾ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ഇത്ര അങ്ങനെ വിഷാംശത്തിൻ്റെ സ്മെല്ല് കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കിണറ്റിലേക്ക് വന്നപ്പോൾ കിണറിൻ്റെ ചുറ്റുവശം ഈ കീടനാശിനിയുടെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മെമ്പറെ അറിയിച്ചു. മെമ്പർ വന്ന്, അതുപോലെ തന്നെ HI വന്ന്, ഇവർ വന്ന് കിണറിൻ്റെ അരികെ വന്ന് നോക്കിയപ്പോൾ സ്മെല്ല് ഉണ്ടായിരുന്നു. നല്ല വിഷാംശത്തിൻ്റെ സ്മെല്ലാണ് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പോലീസ് പരാതി കൊടുത്ത് പോലീസ് എത്തുകയും പോലീസ് വന്ന് നോക്കുകയും ചെയ്തു. ഇതേപോലെ അവസ്ഥ കണ്ടത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെയുള്ള വൈസ് പ്രസിഡൻ്റൊക്കെ എത്തി അതിൻ്റെ മേൽ നടപടിയെടുത്ത് ഈ വെള്ളത്തിൻ്റെ സാമ്പിള് മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ശേഖരിച്ച് നമ്മുടെ കാക്കനാട് വെള്ളം പരിശോധിക്കാൻ കൊടുത്തേക്കുക. അപ്പം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇന്നോ നാളെ എത്തും. അതുകൊണ്ട് തന്നെ ആരാണ് കീടനാശിനി കലക്കിയതെന്നും എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നുമുള്ള ആശങ്കയിലാണ് ഷാജിയുടെ കുടുംബം. മീഡിയ ടൈം, മാള. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരം. കൗൺസിലറായ വത്സൻ ചമ്പക്കരയാണ് മുനിസിപ്പൽ എഞ്ചിനീയറുടെ മുറിക്കു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 3-ാം വാർഡിൽ പോട്ട പറക്കൊട്ടിക്കൽ ക്ഷേത്ര റോഡിലെ അഴുക്കുചാൽ നിർമ്മാണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വീടുകളുടെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിയെടുത്തതിനെ തുടർന്ന് 2 വീടുകളുടെ മതിൽ തകർന്നു വീണു. കൂടുതൽ മതിലുകൾ വീഴാതിരിക്കാനായി കരാറുകാരൻ സൈഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പെട്ടെന്ന് പൂർത്തിയാക്കി. എന്നാൽ മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ 100 മീറ്ററോളം വരുന്ന കോൺക്രീറ്റിംഗ് പ്രവൃത്തികളുടെ അളവുകൾ പ്രൈസിൽ അപ്ലോഡ് ചെയ്തില്ല. ഇതേ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തികൾ നിർത്തിവെച്ചു. വീടുകൾക്ക് മുന്നിൽ കാനയ്ക്കായി കുഴിയെടുത്തതിനെ തുടർന്ന് പ്രദേശത്തെ 20-ൽ പരം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനോടും മുനിസിപ്പൽ എഞ്ചിനീയറോടും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ചെയർമാനോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് വത്സൻ ചമ്പക്കര കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ചെയർമാന്റെ നിരുത്തരവാദിത്വമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് വത്സൻ ചമ്പക്കര ആരോപിച്ചു. ഇവര് സ്റ്റോമേമ കൊടുത്തില്ല. കരാറുകാരൻ ME അറിയിച്ചിരുന്നു, AE അറിയിച്ചിരുന്നു. ആരും ആ പണിസ്ഥലത്ത് വന്നില്ല. എന്നാൽ വന്നില്ലാതെ നടന്നു. അത് സാമ്പിൾ പരിശോധിച്ചത് ബലക്ഷയമുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് നേരമുണ്ടോ എന്ന് പരിശോധിച്ചത് മെഷർമെന്റ് കയറ്റി കൊടുക്കണ്ടേ? ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള വർക്കുകൾ 128ഓളം വർക്കുകളാണ് ഷബാന ഇവിടെ പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്നത്. ഈ പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്ന വർക്കിന്റെ മുഴുവനും മെഷർമെന്റ് ഇപ്പോഴാണ് കയറ്റുന്നത്. ഒരു വർക്ക് നടന്നു കഴിഞ്ഞാൽ, എക്സ്കവേഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ മെഷർമെന്റിന് പ്രൈസിൽ അന്ന് തന്നെ കയറ്റണം. കോൺക്രീറ്റ് നടന്ന് അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ മെഷർമെന്റ് കയറ്റണം. ഇതൊന്നും ചെയ്യാതെ മാസങ്ങളോളം
ഒരു വർഷത്തോളം കഴിഞ്ഞ വർക്കുകളൊക്കെ അവർ ഇപ്പോഴാണ് പ്രൈസിൽ കയറ്റി വിടുന്നത്. ഇന്നലെ ചെയ്തു എന്നും പറഞ്ഞാൽ കയറ്റി വിടുന്നത്. ഇത് ചെക്ക് മെഷീൻ്റെ ആരാ? ഈ ചെക്ക് മെഷീൻ്റെ ME ആണ്. അവര് മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. ഈ മുതിർന്ന ഉദ്യോഗസ്ഥന് ചെക്ക് മെഷീൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ വെച്ചാൽ പറ്റാ? ഈ ഉദ്യോഗസ്ഥ ഇരുന്ന കാലഘട്ടത്തിലെ വർക്കല്ലേ ചെക്ക് മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഇവിടെ കരാറുകാലം നിലനിർത്തണം, ഇവിടുത്തെ വർക്കുകൾ മുന്നോട്ട് പോകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുതിയതായിട്ട് വന്ന AEയും MEയും സൈറ്റിൽ കയറ്റി ME ചെക്ക് മെഷീൻ ചെയ്ത് ആ വർക്ക് പുനരാരംഭിക്കാൻ സാധിക്കണം. ഇതിന് തീരുമാനം ആവുന്നത് വരെ ഒരു അനിശ്ചിത കാലമായിട്ട് സത്യാഗ്രഹിക്കാനാണ് എന്റെ തീരുമാനം. കൗൺസിലർക്ക് പിന്തുണയുമായി നാട്ടുകാരും നഗരസഭയിലെത്തി. സമരം ശക്തമായതോടെ പരിശോധന നടത്തി വാല്യുവേഷൻ ചെയ്ത് അളവ് ബില്ലിൽ കയറ്റാമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ രേഖാമൂലം കത്ത് നൽകാമെന്ന ഉറപ്പിൽ ഉച്ചയോടെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. വാർഡിലെ വിവിധ ആവശ്യങ്ങൾക്കായി വത്സൻ ചമ്പക്കര നഗരസഭ ഭരണസമിതിക്കെതിരെ നേരത്തെ 4 സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പ് ആർഷ് വീട്ടിൽ 34 വയസ്സുള്ള സഹദ് നഫീറാണ് പിടിയിലായത്. കൊരട്ടി കാടുകുറ്റി സ്വദേശിയുടെ വീട്ടിൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി 1,90,000 രൂപ വാങ്ങിയ ശേഷം സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ അന്വേഷണം നടത്തി വരവെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഒരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് പ്രതിയെ കോടതിയുടെ അനുമതിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. സഹദ് നഫീർ കൊരട്ടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലായി 2 തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു, സുമേഷ്, ഷിബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിലൻ, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ചാലക്കുടി നഗരസഭാ ഭരണസമിതി അമ്പേ പരാജയമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ കക്ഷി നേതാവ് CS സുരേഷ്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാധാരണ ഒരു ഭരണത്തിനെതിരെ പ്രതിപക്ഷമാണ് ആഞ്ഞടിക്കുന്നത്. ഞങ്ങൾക്കൊന്നും വലിയ റോളൊന്നുമില്ല ഇവിടെ. കാരണം ഞങ്ങൾ പറയുന്നതിന് മുന്നേ ഇവർക്കെതിരായിട്ട് ഇവർ തന്നെ ഇറങ്ങാണ്. ഈ 5 കൊല്ലത്തിനിടയിൽ ഇപ്പോൾ ഇരിക്കുന്ന വത്സൻ ചമ്പക്കര തന്നെ 4ാമത്തെ തവണയാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടുള്ളത്. അതായത് വിവിധ ചെയർമാന്മാരും മാറിയ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ചെയർമാൻ ഇരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നു വീണ്ടും ഒരു സമരമായിട്ട് ME ഓഫീസിൽ. ഇതിക്ക് മുന്നേ ഇദ്ദേഹം ME ഓഫീസ് ME-നകത്തിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വേറെ പല സമരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ പുതിയ ചെയർമാൻ വന്നതിന് ശേഷം വൈസ് ചെയർമാൻ വരെ കുത്തിയിരിപ്പ് സമരം നടത്തി. അപ്പോൾ അമ്പേ പരാജയമാണ്. ചാലക്കുടി നഗരസഭയിലെ ഭരണപക്ഷം അമ്പേ പരാജയമാണ്. ഞാൻ പറയുന്നത് പൊതുജനങ്ങളോട് താല്പര്യം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോണം, രാജിവെച്ച് ഇറങ്ങിപ്പോണം. ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷമാണ് സാധാരണ സമരം നടത്താറ്. എന്നാൽ ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തെ കൗൺസിലർ തന്നെയാണ് സമരം നടത്തുന്നത്. മുനിസിപ്പൽ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ വത്സൻ ചമ്പക്കര ഈ ഭരണകാലത്ത് നടത്തുന്ന 5ാമത്തെ സമരമാണിത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി 1 മാസം മുമ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. നഗരസഭാ ചെയർമാന് കഴിവില്ലാതായതോടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഭരണപക്ഷത്തുള്ളവർക്ക് പോലും കുത്തിയിരിപ്പ് സമരം നടത്തേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്. ചെയർമാൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടതെന്നും CS സുരേഷ് ആവശ്യപ്പെട്ടു. അംഗനവാടി പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കുക, സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടകരയിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധാരണ നടത്തി. കൊടകര, മറ്റത്തൂർ, വരന്തരപ്പിള്ളി അംഗനവാടി പ്രവർത്തകർ പ്രൊജക്ട് ഓഫീസായ കൊടകര പ്രൊജക്ട് ഓഫീസിന് മുൻപിൽ നടത്തിയ സമരം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ബിന്ദു ഷാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം UG വാസന്തി, CITU കോർഡിനേഷൻ കൊടകര പഞ്ചായത്ത് കൺവീനർ MK മോഹനൻ, സെക്രട്ടറി ഷീബ, രമ്യ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടി പ്രവർത്തകരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന പരിപാടി വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സുതാര്യമാക്കണം എന്നാണ് ഒരു മുദ്രാവാക്യമായി ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്നത്.
UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത 3 കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി 29 വയസ്സുള്ള സായയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സായ കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് SI-മാരായ സാലിം, കശ്യപൻ, ഷാബു, ASI-മാരായ രാജീവ്, അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി. മനക്കുളങ്ങര പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരം. കൗൺസിലറായ വത്സൻ ചമ്പക്കരയാണ് മുനിസിപ്പൽ എഞ്ചിനീയറുടെ മുറിക്കു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പിൽ ആർഷ് വീട്ടിൽ 34 വയസ്സുള്ള സഹദ് നഫീറാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.